കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാത്തിട്ട് ഭഗവാൻ നിൽക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. അങ്ങനെ വന്ന്, അതായത് ഒരു ഭക്തനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ഭക്തയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ മഞ്ജുളാലിനെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാരണം ആ നിഷ്കാമ ഭക്തിയുടെ പര്യായമായ ഒരു മഞ്ജുള വാരസ്യാരാണ്. അപ്പോൾ അവരുടെ പേരിൽ ആ ഒരു മാല വന്ന് ചാർത്തിയ ആ മാല ചാർത്തിയ. അപ്പോൾ നമ്മളും അതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾക്കും ആ ഒരു അംശമെങ്കിലും നമുക്കും കിട്ടിയാലോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നിങ്ങളെയൊക്കെ ഞാൻ അതിലേ കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ തൊഴുത് വന്നിട്ട് ഇനി അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. അവിടെ വന്നാൽ സുഖമായിട്ട് ദർശനം, മുട്ടക്കറക്കാം, അവിടെ തന്നെ തേങ്ങ വാങ്ങാൻ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ കൊടിമരം കാണാം, അതേപോലെ ആ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ നമ്മൾ കാണുന്നത് ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ വിഗ്രഹം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുന്നു. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണ് നോക്കിയിട്ടൊന്ന് തൊഴണു നരസിംഹാവതാരത്തെ. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇന്നിങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണ്, കൗതുകകരമായ ആ ഒരു അന്തരീക്ഷ, വളരെ പ്രകാശം, ആകെ പ്രകാശമാണത്. ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ എന്താ നോക്കുന്നത് വെച്ചാൽ ആ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിനിങ്ങനെ നെയ്യൊഴിച്ച് കത്തിക്കുന്നതും ഭഗവാന്റെ ആടയാഭരണങ്ങളുടെയും കൂടിയും പ്രകാശമാണ് നമ്മളെ നയനങ്ങളെ ആനന്ദമാക്കുന്നതേ. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഭഗവാന്റെ ആ 2 കാലുകൾ കാണാണ്ട്, ഉണ്ണിക്കാലുകൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ പട്ടുകോണകം അങ്ങനെ എടുത്തിട്ടുണ്ട്. ആ ചുവന്ന പട്ടുകോണകം ഇങ്ങനെ എടുത്ത് ആ പട്ടുകോണകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അരമണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കണം. ആ കിങ്ങിണിക്കാണ് ഏറ്റവും കൂടുതൽ ഇത്. കാരണം പട്ടുകോണകം ശരിക്കും കാണാനില്ലാത്ത മാതിരിയാണ് അങ്ങനെ കാണാനുള്ളത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ കുഞ്ഞു മുമ്പൊക്കെ വീർത്തിട്ടുണ്ട്. അങ്ങനെ വീർത്ത് മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു വളയം പോലത്തെ ഒരു മാല, ഒരു മാങ്ങാമാലി, അങ്ങനെ 2 മാലകൾ കാണാണ്ട്. പിന്നെ നോക്കുമ്പോഴോ മുകളിലൊരു ഗോപീതിലകം മുഖത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ചെവിപ്പൂക്കൾ കാണാണ്ട്. കൈവളകൾ കാണുമ്പോൾ ഇന്നിപ്പോൾ വളരെ ഒരു വിഷമം തോന്നുന്ന മാതിരിയാണ്. എന്താ വെച്ചാൽ ഉണ്ണീനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, 2 കൈയും കെട്ടിയിട്ടുണ്ട്. പാവം. അത് എന്നിട്ട് എന്താ വെച്ചിട്ട് ഒരു കരയണ പോലെയുള്ളൊരു മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു വിഷമ അവസ്ഥയിലാട്ടൊന്ന്. പാവം തന്നെ. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇനി കാണിക്കാൻ പോണ കാര്യം വേറെ എന്നുള്ള ചിന്ത വേറെ ഉണ്ടല്ലോ. അതൊരു കാഴ്ച തന്നെയാണ്. ഇനി ആ 2 കൈ കൊണ്ടും കെട്ടിയിട്ടപ്പോൾ ആ യശോദാമ്മ, അതായത് വായെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴേ കുറേശ്ശെ മണ്ണൊക്കെ ഇങ്ങനെയുള്ള മാതിരി ആ മണ്ണ് തിന്ന ഉണ്ണീനെയാണ് കെട്ടിയിട്ടുള്ളത്. അത് കണ്ടിട്ട് ഇനി നീ ചെയ്യോ, അങ്ങനെ ചെയ്യല്ലേ ഉണ്ണി എന്ന് പറഞ്ഞതല്ലേ ഞാൻ നിന്നോട് എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ പിന്നെ മണ്ണ് വാരി കഴിച്ചു എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ആ മണ്ണ് ഇനി വായയിലുണ്ടാവും എന്ന് വെച്ചിട്ട് ആ വായ ഇങ്ങനെ കൂട്ടി നിൽക്കുന്ന ഒരു ചിന്തയിലാണ്. ഇങ്ങനെ യശോദാമ്മ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ വായ പൊളിക്കുണ്ണി, വായ പൊളിക്കും, ആ മണ്ണൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇടും നീ എന്ന് പറയില്ലേ. അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ വായ അങ്ങോട്ട് പൊളിച്ചിട്ടാണ്. വായ പൊളിച്ചപ്പോഴോ എന്താ 3 ലോകങ്ങളും 14 ലോകങ്ങളും കാണുന്ന ആ ഒരു അവസ്ഥയാണ്. അതിങ്ങനെ ആ വായയിൽ ഇങ്ങനെ കാണാനുള്ളത് ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മഞ്ഞ കളറും എല്ലാം ഉണ്ടെന്ന് നമുക്കിങ്ങനെ തോന്നും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം. എന്താ ആ മുഖത്തെ ഇങ്ങനെ നോക്കിയാലേ സാധാരണ നമ്മളോടൊക്കെ ചിരിച്ച് നിൽക്കല്ലേ ഉണ്ടാവുക. ഇന്നിപ്പോൾ ആ ചിരിയൊന്നുമല്ല, ഒരു
പേടിച്ച് നിൽക്കണ മാതിരി ഒരു വിഷമിച്ച് നിൽക്കുകയാണ്. കാരണം കെട്ടിയിട്ടണല്ലേ എന്നെ, നിങ്ങളൊന്ന് വന്ന് എന്നെ അഴിച്ചിടുമോ എന്ന് പറയണ പോലെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണെന്നുള്ളത് പിന്നീടാണ് കാണുന്നത്. നമ്മൾ ആദ്യം കാണുമ്പോൾ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ കെട്ടിയിട്ട ഉണ്ണീനെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. പക്ഷേ പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാലാണ് ആളുടെ ആ ഒരു ജാലവിദ്യകളെ, ആ മായാജാലങ്ങൾ ഇങ്ങനെ കാണുന്നതേ. അങ്ങനെ വായ പൊളിച്ചിട്ട് ആ യശോദാമ്മ പറയാണ്, വായ തുറക്കുണ്ണിയെ, ഒന്ന് തുറക്ക് എന്ന് പറയുമ്പോൾ ആ വായ തുറന്നിട്ട് ആ 14 ലോകങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇന്നത്തെ ആ ഒരു കളഭാലങ്കാരം. അമ്പാടിയിലെ ഓരോരോ കാര്യങ്ങളാണ്, ആ ഉണ്ണിക്കണ്ണൻ്റെ തമാശകളാണ് നമ്മളെ ശ്രീലകത്ത് ഇങ്ങനെ ആ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് തെളിയുന്നതേ. അതിങ്ങനെ ഓദിക്കന്മാരും മേൽശാന്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ കൈകളിലൂടെ ആ ഒരു കളഭം കൊണ്ട് ഇങ്ങനെ വിരിഞ്ഞ് വരികയാണ്. നമ്മുടെ നയനങ്ങളെ സന്തോഷപൂരിതമാക്കാനായിട്ട് അത്രമേൽ ഹൃദ്യമാണ് ആ കണ്ണൻ്റെ ഓരോരോ കാഴ്ചകളും. അത് എങ്ങനെ വർണ്ണിക്കാമെന്ന് പറയില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. അത്ര അനുവദനീയമായ ആ ഒരു വലിയ ഒരു കാര്യമാണ്. നല്ല രസമായിട്ടുള്ള കൗതുകപരമായിട്ടുള്ള ഒരു കാഴ്ച, അങ്ങനെ മനസ്സ് നിറഞ്ഞ് കാണുക കേട്ടോ. അതിങ്ങനെ എങ്ങനെ പറഞ്ഞാലാണ് അതിൻ്റെ അത്രയ്ക്കും അതിൻ്റെ ഭാവുകത്വം അത്രയും വരണില്ല എന്നാണ് തോന്നുക. അത്ര പോരാ. ഇങ്ങനെ പിടിച്ചു കൂട്ടിയിട്ട് നമുക്കേ ആ കാഴ്ച കാണുമ്പോഴാണ്, അതായത് ആ കൈ കെട്ടിയ കാഴ്ച കാണുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം. എൻ്റെ ഉണ്ണി എന്തിനാ അങ്ങനെ അത് ചെയ്യാൻ പോയേന്ന് ചോദിക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നല്ല രസമായിട്ടാണ് കാഴ്ച. വായ ഇങ്ങനെ പൊളിച്ച യശോദാമ്മയ്ക്കാണ് കാണിച്ചു കൊടുത്തപ്പോൾ യശോദാമ്മ അങ്ങോട്ട് ആകെ എന്താ പറയുക, എന്തോ ഒരു അവസ്ഥയായി. എവിടെയാണ് താനെന്നറിയാത്ത ആ ഒരു അവസ്ഥയിലെത്തി. അതുപോലെ തന്നെയാണ് ഭക്തരായ നമ്മളുടെ അവസ്ഥയും. നമ്മളിപ്പോൾ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ആദ്യം നമുക്ക് വിഷമം തോന്നും. പിന്നെ നമ്മളാകെ അത്ഭുത പരതന്ത്രരായിട്ടാണ് നിൽക്കുന്നത്. കാരണം 14 ലോകങ്ങളും ആ ഉണ്ണിയുടെ വായയിൽ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്തൊരു കാഴ്ചയാണ്, എന്തൊരു മനോഹാരിതയാണെന്നറിയോ. അപ്പോൾ ആ മായാജാലങ്ങളിൽ പെട്ടിട്ടല്ലേ നമ്മളും ഈ കിടന്നിങ്ങനെ ഉഴലാണ്. അപ്പോൾ നമുക്കൊക്കെ ആ മായാജാലങ്ങളിൽ നിന്ന് ഒന്നും ഒഴിവാക്കി തരണേ എന്ന് പറയേണ്ട ആ തൃപ്പാദങ്ങൾ. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് തൃപ്പാദങ്ങളാണല്ലോ. നമുക്ക് ആ തൃപ്പാദങ്ങളെ കാണണ്ടു. അത് കണ്ടാൽ തന്നെ നമ്മുടെ കാര്യം കുശാലായി എന്ന് പറഞ്ഞില്ലേ. കാരണം എന്താ വെച്ചാൽ ആ തൃപ്പാദങ്ങളിൽ നമ്മളങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് പിടിക്കുക തന്നെ. പിന്നെ പിടി വിടില്ല എന്ന് പറഞ്ഞിട്ട്, ഉണ്ണിയെ ഞങ്ങൾ വിടില്ല, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങൾക്ക് മോക്ഷം തരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഉണ്ണിയുടെ തൃപ്പാദങ്ങൾ, ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ തന്നെ ശരണമടയുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിട്ട് ഒന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് കാണുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ എത്ര കണ്ടാലും അങ്ങോട്ട് മതി വരാത്തൊരു രൂപം. അതായത് സന്തോഷം കൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ വയ്യാന്നല്ലേ, എത്രയ്ക്കും കരച്ചിൽ വരുന്നു കണ്ണിന്ന്. അത്രയ്ക്ക് മാത്രം ആ സന്തോഷത്തിൻ്റെ, അതായത് ആ ശ്രീലകത്തെ രൂപം ഇങ്ങനെ കാണുമ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ മായാജാലങ്ങളിങ്ങനെ കണ്ട് ആദ്യം കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ, എത്ര പറഞ്ഞാലും അത് മതിയാവില്ലേ. ആ കൈ ഇങ്ങനെ കെട്ടി നിൽക്കണ ഉണ്ണീനെ കണ്ടാൽ എത്ര വിഷമമാണ് വരിക എന്നറിയോ. നമ്മൾക്ക് ചെന്നിട്ട് ഇങ്ങോട്ട് അഴിച്ചു കൊടുത്താലോ എന്ന് തോന്നും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടാലോ, അപ്പം നമ്മളൊന്നുമല്ല എന്നും മനസ്സിലാവും. അങ്ങനെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കണ്ണിന്ന് കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ച് കരയല്ല, ആനന്ദാശ്രുക്കളാണെന്ന് പൊടിയുക. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള രൂപാട്ടോ ഭഗവാന്റെ ശ്രീലകത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ രൂപത്തെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കി കാണുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കി, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുക. പിന്നെ നേരെ തിടപ്പള്ളി നോക്കി തൊഴുക. അതേപോലെ ഒന്നിങ്ങനെ ഭണ്ണാരത്തിൻ്റെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞാൽ ആ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഒന്നാമത് ഈ ഉദയാസ്തമന പൂജ ഉണ്ടാകുമ്പോഴേ അതിൻ്റെ ഒരു തിരക്കുണ്ടാവും. ഉച്ചപൂജ കഴിഞ്ഞ് തൊഴാൻ വരുന്ന ആളുകളുടെ തിരക്കും ഉണ്ടാവും. അങ്ങനെ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക.
നമുക്കെന്നാലും അതിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ഗണേശനെ ഒന്ന് നോക്കുക. ഗണേശനെ കണ്ട് എന്താ രസം, അവിടെയുണ്ട് നല്ല രസമായിട്ട്. നല്ല ചന്ദനമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് കളഭം കൊണ്ട് ഇങ്ങനെ ആ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ആ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പാവം കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത്. പിന്നെ ധാരാളം പൂക്കൾ, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഇന്നലെ നമുക്കൊരു അബദ്ധം പറ്റി. കാരണം അവിടെ പ്രാർത്ഥിക്കേണ്ടതൊന്ന് മാറി. അതെന്തോ കാര്യത്തിൽ അങ്ങനെ ആയി. ഇന്നെന്തായാലും ഗണേശൻ്റെ അടുത്ത് എന്നിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇന്നലത്തെ നമ്മളെ തെറ്റും കൂടി പൊറുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു തെറ്റുപണവും കൂടി ഒഴിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ മാതിരി തെറ്റുപണവും കൂടിയും കൊടുത്തു എന്നാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം കോപിഷ്ഠനായാലോ, നമ്മളോട് കോപിഷ്ഠനാവണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അങ്ങനെ നമ്മൾ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് വരുന്നു. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കണു. അവിടെ എൻ്റെ 2 മാലകളുണ്ട് കേട്ടോ. 2 മാലകൾ ആണ് തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ അത് കണ്ട് എന്നീ പറഞ്ഞ മാതിരി നമ്മൾ മുഴുവനായിട്ട് പറയാൻ പറ്റിയില്ല തോന്നുന്നു കേട്ടോ. ആ ഒരു സന്തോഷത്തിലേ ശരിക്കും പറഞ്ഞാൽ തിരുമുടി മാല ചാർത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണന്. അതേപോലെ ആ ഒരു തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിരീടം വെച്ചിട്ടുണ്ടായിരുന്നു. 3 പീലി കളഭം കൊണ്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് മാറിപ്പോയതാട്ടോ. 2 തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും അതേപോലെ തെച്ചി ഇങ്ങനെ കുറേശ്ശുള്ളതും. അതേമാതിരി ഉണ്ടമാലകളുണ്ടായിരുന്നു, വലിയ ഉണ്ടമാലകളുണ്ടായിരുന്നു, തുളസിപ്പൂവും തെച്ചിയായിട്ടുള്ളത്. പിന്നെ ഉണ്ടായിരുന്നത് മേലെ വിധാനമായിട്ട് ഒരു 5-6 തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുന്ന് അത് മുഴുവനൊന്നും പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല. ആകെ ഇതുമ്മിൽ തന്നെ നമ്മളാകെ സന്തോഷിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നറിയാതെ ആ ഒരു സന്തോഷത്തിൽ നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ സരസ്വതി ദേവീനെ നമുക്ക് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ ആ കോർണറിലൂടെ വരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ട് തൊഴുത് അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അനന്തശായിയായി കിടക്കുന്ന അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്. ധാരാളം തുളസിപ്പൂക്കൾ കൊണ്ടുള്ള മാലകളുണ്ട്, താമരമാല ഉണ്ട്, ചെണ്ടുമല്ലിമാലയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ കണ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ണൻ്റെ അടുത്ത് 2 തുളസിമാലകളുണ്ട്, നല്ല കട്ടിയിലുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിൻ്റെ അടുത്തേക്ക് വരിക. മുരുകനെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴാട്ടോ. അവിടെ നിന്ന് ഒരു മാല മാത്രമേ ഉള്ളൂ, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടെ നിന്നിട്ട് കൊടിമരത്തിൻ്റെ കിഴക്കോട്ട് നോക്കിയാൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴുത് പിന്നെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിൽ കിടാവിളക്ക് കത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നമുക്ക് തൊഴാം. അങ്ങനെ നമ്മളവിടുന്ന് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക.
അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ എടത്തരികത്തുകാവ് ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇന്ന് അവിടെ ഗോളക ഇറക്കിയാണ് കേട്ടോ. അങ്ങനെ മുഖത്തൊക്കെ ഗോളകയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, ചുവന്ന പൂവുണ്ട്, ധാരാളം മാലകളുണ്ട്. പിന്നെ അർച്ചന പൂക്കൾ ധാരാളം ഉണ്ട്. ശിവേലി വിഗ്രഹത്തിനുമുണ്ട് മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ജപിക്കുക. അങ്ങനെ ജപിച്ചിട്ട് മമ്മിയൂരപ്പനെ സ്മരിച്ചാൽ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വരാം. അവിടെ വന്ന് ഒരിക്കൽ കൂടി നമുക്ക് ആ ഉണ്ണീനെ കൈ കെട്ടി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ ആ വായ പൊളിച്ച് 14 രോഗങ്ങളും കാണിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ നമസ്കരിക്കാം. അതിനുശേഷം നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് കിടാവിളക്ക് നോക്കിയിട്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ വന്ന് അവിടെ നിന്ന് കിരീടമൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കാരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല വെളുത്ത പാവുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നീല കളറ് ഇതിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വലിയ മാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിൽ വരിക. അവിടെ വന്നിട്ട് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. ആ കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ നമ്മൾ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥത്തെ ഒന്ന് വലം വയ്ക്കാനായിട്ട് പോകുമ്പോൾ ആ രുദ്രതീർത്ഥത്തിൻ്റെ നടുക്കായിട്ടുള്ള കാളിയമർദ്ദന രൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താന നമ്പൂരി പൂജിച്ചിരുന്ന ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുണ്ട്, അതൊന്ന് കണ്ട് തൊഴാം. അതേപോലെ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു, അതിലൊക്കെ കൂടാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒന്നുകൂടി തൊഴാം. പിന്നീട് നമ്മൾ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് അപ്പോൾ ആ ധാരാളം ആ വെളിച്ചങ്ങനെ കാണും, പ്രകാശം. നമ്മൾ കണ്ട് വന്നതാവുകൊണ്ട് നമ്മൾ അവിടെ തന്നെ രൂപമാണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് അത് വിചാരിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തെക്കേ നടയിൽ വന്ന് തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിച്ചിട്ട് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനി നമ്മളോട് എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഖില അവിട്ടം ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട്, അബിൻ പുണർദം കാല് സുഖമാവാൻ വേണ്ടിയിട്ട്, ആഷിദ് രോഹിണി പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട്, ലതി ആയില്യം അസുഖം മാറാനായിട്ട്, റോഷൻ തൃക്കേട്ട റോഹൻ അത്തം അവർക്ക് രണ്ടാൾക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഉഷാകുമാരി മൂലം കേൾവിശക്തി ശരിയാവാൻ വേണ്ടിയിട്ട്, രാജൻ ചോതി അസുഖം മാറാനായിട്ട്, രാജലക്ഷ്മി മകേരം ഋഷാദ അവർക്ക് കല്യാണം വീട് ശരിയാവാൻ വേണ്ടിയിട്ട്, നന്ദകുമാർ രോഹിണി ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ബിന്ദു ഉണ്ണിയുടെ മക്കളുടെ വിവാഹം നടക്കാനും ഭർത്താവിൻ്റെ അസുഖം ഭേദമാവാനും, സബിതയുടെ ഭർത്താവ് നന്ദന് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പേർക്കും പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പക്ഷി ശ്രേഷ്ഠൻ, അതായത് പക്ഷിയായാലും മുക്തി ഉണ്ടാവും എന്നുള്ളതാണ്. സമ്പാദിയുടെ ജഡായുവിൻ്റെ സോദരനായ ഈ പക്ഷിരാജൻ ശ്രീരാമഭക്തനും പരോക്ഷമായെങ്കിലും ഭഗവത് സേവ നിയോഗമുള്ള ആളുമാണ്. സോദരനുമായുണ്ടായിരുന്ന ഒരു ബലപരീക്ഷണ വേളയിൽ സൂര്യസന്നിധിയോളം പറന്നുയരാനുള്ള ഉദ്യമത്തിനിടയിൽ ജഡായു ആണ്
ഒരു സഹോദരനെ. അപ്പോൾ ആ ജടായുവിൻ്റെ ചിറകുകൾ കരിയുന്നായപ്പോൾ അതിൻ്റെ മുകളിൽ സ്വന്തം അനിയനെ രക്ഷിക്കാനുള്ള ആ ഒരു ശ്രമം, സ്വന്തം പക്ഷങ്ങളറ്റു ദൂരെ ഭൂമിയിൽ പതിച്ചു. സോദരനെയും പുറം ലോകത്തെയും ഒന്നും കാണാതെ മഹേന്ദ്രാചല പർവ്വത പാർശ്വയുള്ള ഒരു ഗുഹയിൽ ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു സമ്പാദി. അവിടെ എന്താണെന്ന് വെച്ചാൽ സ്വന്തം അനിയനോട്, സ്വന്തം സഹോദരനോടുള്ള ആ ഒരു സ്നേഹം, എത്ര വാശി കൊണ്ട് ഞാൻ മീതേ എന്ന് പറഞ്ഞാലും അവസാന നിമിഷം ആ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സമ്പാദിയുടെ ഒരു കാര്യം. അങ്ങനെ ആ സമയത്ത് ഒരു മഹാമുനിയിൽ നിന്നും ജ്ഞാനോപദേശം നേടി. ദേഹാഭിമാനങ്ങളൊന്നും ശരിയല്ല, അതൊന്നും നശ്വരമല്ല, പലപ്പോഴും നിത്യശോക കാരണമാണെന്ന് മനസ്സിലാക്കി ഭഗവത് സേവയിലൂടെ മോക്ഷത്തിനായി പ്രാർത്ഥനാനിരതനായിരിക്കുന്ന സമ്പാദിയുടെ തത്വബോധന വചനങ്ങളൊക്കെ ഏറ്റവും അർത്ഥവത്താണ്. അങ്ങനെ ജനനമന സങ്കീർണതകളൊക്കെ ലളിതമായ വരികളിൽ വിസ്തരിക്കുകയാണ്. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത ന്യൂനമാത്മാവിനുമായയാ എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ സീതാന്വേഷണത്തിന് ഉള്ള വ്യഗ്രരായിട്ടുള്ള വാനരരിൽ നിന്ന് ജടായുവിൻ്റെ മരണം കേട്ടു. അപ്പോൾ ഭയങ്കര വിഷമായി. കാരണം അങ്ങനെയൊക്കെ താൻ രക്ഷിച്ചിട്ടും അവസാനം എത്രയൊക്കെ ജീവിച്ചാലും മരിച്ചു എന്ന് പറയുമ്പോൾ വലിയ ഒരു വിഷമമാണല്ലോ. ആ വാനരുടെ അവരുടെ സഹായത്തോടു കൂടിയിട്ട് സോദരനുള്ള ഉദകക്രിയകളൊക്കെ ചെയ്ത ശേഷം തൻ്റെ ദീർഘദൃഷ്ടിയാൽ രംഗാപുരിയിലെ അശോകവനയിലെ ശിംശിഭാവൃക്ഷത്തണലിൽ നിശാചരികൾക്കിടയിൽ ശോകഗ്രന്ഥയായിട്ട് സീതാദേവി ഇരിപ്പുണ്ടെന്ന വൃത്താന്തം അറിയിക്കുകയാണ്. അതേപോലെ സമുദ്രോപരി ചാടി ലങ്കയിലെത്തുകയെ ദേവിയെ കണ്ടു കിട്ടാൻ ഏക മാർഗമുള്ളൂ എന്നും കവികളെ വിശ്വസിപ്പിക്കുകയാണ്. അതിന് ആ കർമ്മം, ദുഷ്കര കർമ്മം ചെയ്യാനായിട്ട് അവരിൽ ആത്മവിശ്വാസമുണർത്തുന്നതും, അതേപോലെ എന്താ പറയുക, അവിടെ കോട്ടയിലേക്ക് എത്താൻ ഏറ്റവും ഉചിതം ഹനുമാനാണ് എന്നൊക്കെ പറയുന്നതും, തൻ്റെ സോദരനെ കൊന്ന ദുഷ്ടനാം രാവണൻ രാഘവനാൽ വധിക്കപ്പെടുമെന്ന് ദീർഘദൃഷ്ടിയോടെ ശുഭപ്രതീക്ഷയോ ഏകുന്നതും സമ്പാദിയാണ്. അങ്ങനെ ഏറ്റവും വളരെ സമ്പാദി ഊർജ്ജസ്വലനായിട്ട് പറഞ്ഞു. അതായത് ഇതൊക്കെ വാനരരോട് പറഞ്ഞപ്പോൾ ആ ദൗത്യം, അതായത് ആ സമ്പാദിയിൽ അർപ്പിതമായ ദൗത്യം തീർന്നു. അങ്ങനെ പുതിയ പക്ഷങ്ങൾ മുളച്ചു, അതായത് പുതിയ ചിറകുകൾ മുളച്ചു. അങ്ങനെ സമ്പാദി ഊർജ്ജസ്വലനായിട്ട് പറന്ന് ആ അനന്തവിഹായസിൽ മറയുകയാണ്. അപ്പോൾ ഭഗവത് ഭക്തരെ സഹായിക്കുക എന്നത് ഒരു മോക്ഷ സാധനയാണെന്ന് സമ്പാദി സ്വജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. രാമനാമത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ, നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ എന്ന് പറഞ്ഞു അങ്ങനെ മറിഞ്ഞിട്ടാണ് ആ സമ്പാദി പോയതേ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.